സംസാരിക്കുക. എനിക്ക് അതുപോലും അനൗചിത്യമായി പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം രാഷ്ട്രീയം വളരെ ഡൈനാമിക്കാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാ ശരിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിലൊക്കെ വലിയ ത്രെറ്റിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നുണകളുടെ ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന പുരോഗമനം പോട്ടെ, വളരെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ മര്യാദകളെ പോലും ലംഘിക്കുന്ന പച്ച നുണകളുടെ രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇടതുപക്ഷത്തും വലതുപക്ഷത്തുള്ള എല്ലാ പാർട്ടികളെയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണക്കാക്കുന്നത് ഇതൊക്കെ വളരെ കൊച്ചു കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അരമണിക്കൂർ കൂടുതൽ സമയം കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കൂ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ വിജയരാഘവൻ, എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ ഈ PB കമ്മീഷൻ? അതേ ഞാനൊരു കാര്യം പറയട്ടെ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അതിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി യോഗങ്ങൾ പ്രധാനമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച. ഈ സെൻട്രൽ കമ്മിറ്റിയും രാജ്യത്തെ നേരിടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളും ഡിമോണിറ്റൈസേഷനും അതിൻ്റെ അനുരണനങ്ങളും പ്രത്യാഘാതങ്ങളും എന്തിനായിരുന്നു പാർട്ടി കമ്മീഷൻ? 1.5 വർഷം കൊണ്ട് എന്ത് നേടി ഈ പാർട്ടി കമ്മീഷൻ കൊണ്ട്? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പാർട്ടി രീതിക്ക് അതീതമായി പ്രവർത്തിക്കുക എന്നത് അനുവദനീയമായ ഒരു കാര്യമല്ല. അത് ആരുടെ ഭാഗത്ത് വന്നാലും അത് സംബന്ധിച്ചുള്ള പരിശോധനകളുണ്ടാവും. BS-യുമായി ബന്ധപ്പെടുത്തി കുറേ വിഷയങ്ങളിലുണ്ടായ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ സംബന്ധിച്ചുള്ള പാർട്ടിക്കുണ്ടായ വ്യത്യസ്തതകളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. PB കമ്മീഷൻ വെച്ചു, അടുത്ത ആഴ്ച ഒരു തീരുമാനം എടുത്തു, 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ വേറെ നടപടി എടുത്തു. ആ നടപടി തന്നെ BS-നെ പുറത്താക്കുന്നതാവണോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് പാർട്ടി അതിൻ്റെ രീതിയിൽ പാർട്ടിയുടെ മുന്നിൽ ഉയർന്നു വന്ന വിഷയങ്ങളെ അതിൻ്റെ ഏറ്റവും ഉയർന്ന സമിതിയായ പോളിറ്റ് ബ്യൂറോ പരിശോധിക്കുകയാണ് ചെയ്തത്. അവരുടെ മുന്നിൽ വന്ന വിഷയങ്ങളിൽ കൃത്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളിൽ ചെന്നെത്തുകയാണ്. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയോട് വിരോധമുള്ളവർക്ക് ഈ തീരുമാനം ഇഷ്ടപ്പെട്ടോളന്നില്ല, BS-നോട് വിരോധമുള്ളവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇവിടെ പാർട്ടിക്കൊരു താല്പര്യമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെയും ബോധപൂർവം പുറത്താക്കുന്ന പാർട്ടിയല്ല. എന്നാൽ പിന്നെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ആളെ പുറത്താക്കാനുള്ളതുമല്ല, പാർട്ടി പരമാവധി ആളെ പാർട്ടിക്കൊപ്പം നിർത്താനാണ്. BS-ന് ഘടകത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടായിരുന്നുവല്ലോ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് BS-ന് ഇപ്പോൾ സ്വന്തമായി ഒരു ഘടകം കിട്ടിയിരിക്കുകയാണ്. ഇക്കാര്യം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. BS ഇപ്പോൾ ഒരു ഘടകത്തിലുണ്ട്, അതെല്ലാവർക്കും അറിയാലോ. BS പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. അദ്ദേഹം ഒരു ഘടകത്തിലുണ്ട് അവിടെ. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ്. ഇക്കാര്യം പാർട്ടി ജനറൽ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. തന്റെ ഘടകം ഏതാണ് എന്ന് BS ചോദിക്കുകയുണ്ടായി തന്നോട്. അക്കാര്യം താൻ വിശദീകരിക്കുകയുണ്ടായി. സംസ്ഥാന സമിതിയാണ് BS-ന്റെ ഘടകം എന്ന്. ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ശരി, BS-ന് ഒരു ഘടകമുണ്ട്. അത് അദ്ദേഹം പാർട്ടി സംസ്ഥാന കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവാണ്. അതൊരു ഘടകമാണ്. അതേസമയം സംസ്ഥാന കമ്മിറ്റിയിലും ഇപ്പോൾ അദ്ദേഹം ക്ഷണിതാവായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. അതാണ് കേന്ദ്ര സെക്രട്ടറി. ബഹുമാനപ്പെട്ട സഖാവ് വിജയരാഘവൻ, ഞാൻ വളരെ ന്യായമായ ഒരു സംശയം ചോദിച്ചോട്ടെ. PS അച്യുതാനന്ദനെ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാവാക്കി. നേരത്തെ അദ്ദേഹം CC-യിലെ ക്ഷണിതാവായിരുന്നു. ആ CC-യിലെ ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ താഴെ സംസ്ഥാന കമ്മിറ്റിയിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കി. അവിടെ അദ്ദേഹത്തിന് വോട്ടവകാശമൊന്നുമില്ല, പറ്റുന്നില്ല. അതൊരു നല്ല തരംതാഴ്ത്തലാണ്. പക്ഷേ അത് കേരളത്തിലെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ ഭരണത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് വ്യത്യാസമുണ്ടാക്കും? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു കേരള? BS അച്യുതാനന്ദൻ സംസ്ഥാന കമ്മിറ്റി വന്നതുകൊണ്ടോ? എനിക്ക് ഇന്നലെ ഞാൻ മഞ്ജുഷ് എന്നെ ഈ ചർച്ചയ്ക്ക് ഇന്നലെ തന്നെ പറഞ്ഞു വരണം. അപ്പോൾ ഞാൻ മഞ്ജുഷിനോട് പറഞ്ഞതാണ്, മഞ്ജുഷെ, നമ്മളൊരു VS-ൻ്റെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് സ്ഥാനമില്ല. അതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുമ്പോൾ അതാണോ നമ്മൾ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം? അതാണോ ദേശീയ രാഷ്ട്രീയം? നേരത്തെ KG ജേക്കബ് ചൂണ്ടിക്കാണിച്ചാണ് ശരിക്കും അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എന്താണ് CPM-ൻ്റെ ദേശീയ നിലപാട്? എന്താണ് ദേശീയ കാഴ്ചപ്പാട്? ഒരു വലതുപക്ഷ കക്ഷിയുടെ നിർണായകമായ ചില നടപടികൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. ആ നടപടിക്കെതിരെ ശക്തമായൊരു ചെറുത്തുനിൽപ്പിനെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ CPM എവിടെ നിൽക്കുന്നു? എവിടെയാണ് CPM ഒരു പുതിയ ലൈൻ ഉണ്ടാക്കുന്നത്? അതായിരുന്നു കേരളത്തിലെ ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ VS-നെ അല്ല, VS-ന് എന്ത് സ്ഥാനം കിട്ടും എന്നുള്ളതല്ല
പ്രസക്തമേറിയ കാര്യം എന്നാണ് KJ ജേക്കബിനോടൊപ്പം ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ വിജയരാഘവൻ. അല്ല, ഇത് രണ്ടും രണ്ടാണ്. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയാർന്ന നടപടിക്രമമുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ ഉദ്ദേശവും തന്നെയാണ് വരാൻ പോകുന്ന ജനറൽ സെക്രട്ടറി ആദ്യം തന്നെ തന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്, പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ച് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടില്ല. അതിലൊന്നും യാതൊരു ആശങ്കയും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം പാവപ്പെട്ട മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ പുറത്തുള്ള ഒരു ചർച്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമാണ്. അതാണ് അതിന്റെ ഒരു സ്വാഭാവികമായ കാര്യമാണിത്. ഇതിൽ BS-നെ ചെറുതാക്കലും വലുതാക്കലൊന്നും ഇല്ലെന്നേ നമ്മൾ അങ്ങനെ കാണരുത്. പിന്നെ എന്തിനായിരുന്നു PB കമ്മീഷൻ? PB കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി അച്ചടക്കത്തിന് നിലപാടുകൾക്കും വിരുദ്ധമായ തരത്തിൽ VS-ന്റെ ഭാഗത്തുനിന്ന് വന്ന ചില പരിമിതികളെ പരിശോധിക്കുക എന്നത് ഒരു പാർട്ടി രീതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PB ഒരു കമ്മീഷൻ വെച്ചു. അവരത് പരിശോധിച്ചു. അതിൻ്റെ ശരിതെറ്റുകൾ ഒന്നൊന്നായിട്ട് അവർ വിലയിരുത്തി. അത് കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഒരു അച്ചടക്ക നടപടിയും പറഞ്ഞു. ആ അച്ചടക്ക നടപടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുറത്താക്കിയാൽ മാത്രമേ വലിയ നടപടിയാവുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏത് നടപടിയും ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിക്കും. അവിടെയാണ് ശ്രീ ഷാജഹാനും അതുപോലെ തന്നെ ശ്രീ CR നീലകണ്ഠനും ഉന്നയിച്ച ആരോപണം വരുന്നത്. ഇവിടെ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന്. ഇങ്ങനെ PB കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തായാലും VS-നെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് പോലും VS-നെതിരെ ഒരു താക്കീതിൽ മാത്രം ഒതുക്കി. മാത്രമല്ല VS പല കാര്യങ്ങളും ഈ കമ്മിറ്റികളിലൊന്നും ഉന്നയിക്കുവാൻ തയ്യാറായിട്ടില്ല. ശ്രീ ഷാജഹാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. MM മണിയുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അറിയിച്ചിട്ടില്ല. EP ജയരാജനെതിരെയും PK ശ്രീമതിക്കുമെതിരെയുമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അവിടെയാണ് ഒരു ഒത്തുകളി ആരോപിക്കുന്നത്. ഈ ഷാജഹാൻ പറയുന്നതൊക്കെ VS ഉപയോഗിക്കണം നമ്മൾ തീരുമാനിക്കരുത്. അതില്ല, നമ്മൾ ഷാജഹാൻ ആരായിരുന്നു അറിയാമല്ലോ. അത് വേറെ, അതൊന്നും എനിക്കൊന്നും ഞാൻ പോണില്ല. ഷാജഹാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന് പറയാമല്ലോ. ഇപ്പോൾ നമ്മൾ യാതൊരു തെറ്റുള്ളല്ല. പക്ഷെ നമ്മൾ കണ്ടു വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഒത്തുതീർപ്പിൻ്റെ ഒന്നും പ്രശ്നം ഇതിലില്ല. ഏത് പ്രശ്നവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമായാലും ശരി, പാർട്ടിയുടെ പൊതു താല്പര്യത്തിൻ്റെ പുറത്താണെങ്കിൽ ഞങ്ങളത് ഗൗരവമായിട്ട് തന്നെ കാണും. ഇപ്പോൾ EP ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ജയരാജൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, വേറെ ആരും പുറത്തുനിന്ന് വന്നിട്ട് എടുത്തല്ലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലെല്ലാം പാർട്ടിക്ക് ഒരു പരിമിതി സംഭവിക്കുന്നതാണ്. പാർട്ടിക്ക് ജനങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായത്തിന് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ തരത്തിലുള്ള പ്രവർത്തനം ആരിൽ നിന്നുണ്ടായാലും അത് നല്ലതല്ല. അതായിരുന്നില്ല ഉന്നയിച്ചത്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെതിരെ കേസെടുക്കുവാനുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നുവല്ലോ. അക്കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. രണ്ട് പ്രധാനപ്പെട്ട വിഷയം. വിജയരാഘവൻ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഈ ഒരു വിജയരാഘവൻ സംസാരിക്കുന്നതെല്ലാം ഒരു തിയറിയുടെ ഭാഗത്തേക്ക് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം VS അച്യുതാനന്ദനെ നിങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയതിനായിരുന്നു. VS അച്യുതാനന്ദൻ പരസ്യമായി വേറൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയതിന് ഈ താക്കീതിനേക്കാളൊക്കെ എത്രയോ വലിയ ശിക്ഷയായി അദ്ദേഹത്തെ നിങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തു കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായിരുന്ന VS അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കി നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വളരെ ക്ലിയറാണ്. നീലകണ്ഠൻ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് FIR എടുത്തിരിക്കുന്നു EP ജയരാജനെതിരെ. ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായി നാളെ വിചാരണ നടക്കുമ്പോൾ വിചാരണ കോടതിയിൽ പോകേണ്ട ഒരാളായിട്ട് നിൽക്കുകയാണ് ഒരു മന്ത്രി. ഇത്തരം ചില വിഷയങ്ങൾ VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റി കൂടുന്ന സമയത്ത് എടുത്തിട്ടു. ആ സ്വാഭാവികമായും VS അച്യുതാനന്ദനെതിരെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മണി വിചാരണ നടക്കുമ്പോൾ കോടതിയിൽ പോയി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ആളല്ലേ മന്ത്രിയായിരിക്കുന്നുള്ള ചോദ്യവും FIR ഇട്ടതുകൊണ്ട് VP ജയരാജനെതിരായിട്ടുള്ള ചോദ്യവും വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഏത് ബൂർഷ്വാ പാർട്ടിയിലും എടുക്കുന്നത് പോലെ ഈ വിപ്ലവ പാർട്ടി എന്ന് മേനി നടിക്കുന്ന CPM-ൽ എടുത്തിരിക്കുന്നത്. അതിന് വിജയരാഘവൻ എത്ര തിയറിയും എത്ര താത്വിക തെളിവൊക്കെ കൊടുക്കുന്നു അത്രയും അത് അപഹാസ്യമാവുകയും കാര്യത്തിലും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ പോയി എന്ന് പറയാനാവില്ല ശ്രീ ഷാജഹാൻ. അല്ല, അതുണ്ടാവും. അതിപ്പോ PB കമ്മീഷൻ 3.5 വർഷം എടുത്തെങ്കിൽ 3.5 വർഷം എടുത്തേക്കാം EP ജയരാജന്റെ കാര്യം ചർച്ച ചെയ്യാനും എന്നുള്ളതേ ഉള്ളൂ. റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ചില യുക്തികൾ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാവുന്നു. EP ജയരാജന്റെ കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? മണിയുടെ കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇരുന്ന് ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ഇതിന്റെ ഒന്നും യുക്തി സാധാരണ ജനത്തിന് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു വളരെ മിനിമം ചോദ്യം മാത്രമേ എനിക്ക് ഉയർത്താനുള്ളൂ.
ശ്രീ എൻ എം പിയേഴ്സൺ, ഒരു വശത്ത് പ്ലീനം നടത്തി പാർട്ടിയുടെ സംഘടനാ ശക്തിയും അതുപോലെ തന്നെ അച്ചടക്കവും കൂട്ടാൻ നിർദ്ദേശം, മറുവശത്താണ് കടുത്ത അച്ചടക്ക ലംഘനത്തിന് നേരെ കണ്ണടയ്ക്കുവാനുള്ള ശ്രമം. ഇവിടെയാണ് ഈ ഒത്തുതീർപ്പ് കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നത്. ശ്രീ എ വിജയരാഘവൻ ഇതെല്ലാം നിഷേധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പ്രസക്തമായ പല കാര്യങ്ങളും VSന്റെ നാവിൽ നിന്ന് വീണ്ടും വരുമെന്ന ഭയം കൊണ്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നുവെന്നാണോ? അല്ല, എൻ്റെ രണ്ട് പ്രിയപ്പെട്ട പത്രസുഹൃത്തുക്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള വലിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ഡൈനാമിക്കായിട്ട് അതിനോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിയാത്തതാണ് ഇതിനകത്തുള്ള ഒത്തുതീർപ്പ് പ്രശ്നങ്ങളും അതേപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയുടെ അവശിഷ്ട പ്രശ്നങ്ങളും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് ഈ പറയുന്നവരെ പൊതുസമൂഹത്തിനുള്ള താല്പര്യം വരാൻ കാരണം പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായിട്ട് പല ഘട്ടങ്ങളിലും, അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല പൊതുവെയുള്ള എല്ലാ രാഷ്ട്രീയത്തിലും ചർച്ചയ്ക്ക് വരുന്നത് മിക്കവാറും വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും വ്യക്തികളെക്കുറിച്ചുള്ള താല്പര്യങ്ങളാണ്. അതിനെ മറികടക്കാൻ പറ്റണമെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയത്തെ പ്രോജ്വലിപ്പിക്കാനും പ്രത്യുൽപാദിപ്പിക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. കേരളത്തിൽ എന്തായാലും അത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്ത് രാഷ്ട്രീയമാണ് ഈ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പ്രത്യുൽപാദിപ്പിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ വളർന്നു വരേണ്ട, വികസിക്കേണ്ട, തീക്ഷ്ണമായി ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങളെല്ലാം പോകാതെ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആ വിഷയങ്ങൾ പ്രധാന അജണ്ടയായിട്ട് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വീണ്ടും വീണ്ടും ആ കാര്യത്തിൽ ആരോപണം ഉന്നയിക്കരുത്. ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കാര്യം വിശദീകരിക്കുകയും ചെയ്തതാണ്. സംഘടനാ കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യരുത് എന്നാണോ? അല്ല, ഇത് ആരോപണമായിട്ട് പറയുന്നതല്ല. എന്തുകൊണ്ട് പൊതുവെ ഇങ്ങനെ ചർച്ചകളിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. അതൊരു ആരോപണമല്ല. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പൊതുവിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജുഷ് എന്തുകൊണ്ടാണ് ഈ വിഷയം ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത്? ബാക്കി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് കേൾക്കാനായിട്ട് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ കരുതുന്നതാണ്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളാണ് അത് ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വളരെ ഗൗരവമേറിയായിട്ടുള്ള രാഷ്ട്രീയമെല്ലാം അതിൻ്റെ അടിയിലേക്ക് ഊർന്നു പോകുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അതുതന്നെയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേതൃത്വത്തിന് മാത്രമേ കഴിയുള്ളൂ. രാഷ്ട്രീയ നേതൃത്വം സമൂഹത്തെ പൊതുവെ രാഷ്ട്രീയപരമായിട്ട് പ്രകോപിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സ്വാഭാവികം മാത്രമാണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇടം, ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ സംസാരിക്കുവാനുള്ള ഇടം VS അച്യുതാനന്ദന് കിട്ടുകയാണ്. ഉന്നയിക്കാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ വിമർശന രൂപേണ തന്നെ ഉന്നയിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ നടപടി, കേന്ദ്ര കമ്മിറ്റിയുടെ ഈ നടപടി VSന്റെ വിജയമായി തന്നെ കണക്ക് കൂട്ടാവുന്നതല്ലേ? താക്കീത് മാറ്റിവെക്കുക, ഇടം കിട്ടുക എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു. അല്ല, ഇതിൽ നേരത്തെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. അതായത് ഇതിൽ ആര് വിജയിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം എടുക്കാവുന്ന ഉചിതമായ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനമായിട്ട് നമുക്കത് വ്യാഖ്യാനിക്കാം. ഒത്തുതീർപ്പെന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കാം. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ളൊരു ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയൊഴുക്കാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആ ഒത്തുതീർപ്പ് അടിയൊഴുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ്. ഇതിൽ രണ്ടുപേരും പരാജയപ്പെടാതിരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് അത് കൊണ്ടുവരുന്നത് നല്ല തീരുമാനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനമായിട്ട് ഈ തീരുമാനം കണക്കാക്കപ്പെടുക എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ ഈ തുടക്കത്തിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് CPM നേതൃത്വത്തിന് തോന്നിയിരുന്നെങ്കിൽ CPM നേതൃത്വം ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെയുള്ള നേതൃത്വ പോരായ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. കാരണം അത്രമാത്രം നേതാക്കളെ യാതൊരു പരിഗണനകളുമില്ലാതെ വെട്ടിമാറ്റിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ KJ ജേക്കബ്, ഇതിന് പക്വമായ ഒരു തീരുമാനം CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും
ഏറെ കാലത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നു എന്ന വിലയിരുത്തൽ താങ്കൾക്കില്ലേ? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, അത് പക്വമായ തീരുമാനമാണ്, ജേക്കബിനോടാണ് ശ്രീ അനിവാര്യമായ ഒരു തീരുമാനം. ശ്രീ പിയേഴ്സൺ ജേക്കബിനോടാണ്. ഇത് എന്നെ സംബന്ധിച്ച് ഏറ്റവും മിതമായിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലും ആവശ്യത്തിൽ കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു തീരുമാനവും ഈ പിന്നെ എന്താണ് സംസ്ഥാന സമ്മേളനത്തിന് ഇറങ്ങിപ്പോയി എന്നുള്ള വലിയ പാർട്ടി പുറത്താക്കും എന്നൊക്കെ ആൾക്കാർ മനക്കോട്ട് കെട്ടിയിട്ടുണ്ട്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അതൊന്നും ആ ഘട്ടത്തിലേക്കൊന്നും ഇനി CPM-നും പോകാൻ പറ്റില്ല, VS അച്യുതാനന്ദനും പോകാൻ പറ്റില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമല്ലോ, ഒരു PB കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് കണ്ട് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിന് മിനിമത്തിൽ ചെയ്തു വെച്ച് ഇത് ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത്. VS അച്യുതാനന്ദൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് അദ്ദേഹം ഇടപെടുന്നുണ്ട്. ശ്രീ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം സ്വയം നടത്തിയ പ്രഖ്യാപനമുണ്ട്, ഞാൻ ഈ നാട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങളുടെ കാവൽ ഭടനായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം സ്വയം ഏറ്റെടുത്തൊരു പദവിയാണ്. ആ പദവിയിലിരുന്ന് അദ്ദേഹം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഈ സമയം വരെ നമ്മൾ കണ്ടെടുത്തോളം ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്ന എല്ലാത്തിലും പ്രതികരിക്കണം എന്നുള്ളതല്ല, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അതിൽ VS അച്യുതാനന്ദൻ നമ്മുടെ രാഷ്ട്രീയത്തെ ഫലപ്രദമായി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഏത് കമ്മിറ്റിയിൽ അദ്ദേഹം പോയി സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു തീരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ അച്ചടക്ക നടപടിയൊന്നും VS അച്യുതാനന്ദനെ സംബന്ധിച്ചൊരു പുത്തിരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നുമില്ല. ഞാൻ ഇടപെടുകയാണ്, ഇടവേളയിലേക്ക് പോവുകയാണ്. PB കമ്മീഷൻ റിപ്പോർട്ട് അടയ്ക്കുമ്പോഴും VS-ന്റെ പോരാട്ടം തുടരുകയല്ലേ? ഇടവേളയ്ക്ക് ശേഷം.